ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നീക്കം ചെയ്ത ഭാഗങ്ങൾ നാളെ പുറത്തുവിട്ടേക്കും. ഇത് സംബന്ധിച്ച് വിവരാവകാശ കമ്മീഷണർ നാളെ ഉത്തരവിറക്കും. നീക്കം ചെയ്ത ഭാഗങ്ങളുടെ പകർപ്പാകും പുറത്തുവിടുക. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ഷീജ, മുൻപ് പുറത്തുവിട്ട ഭാഗങ്ങളിൽ ചിലത് നീക്കം ചെയ്യണമെന്നത് വിവരാവകാശ കമ്മീഷണറുടെ തന്നെ ഉത്തരവിൻ പ്രകാരമാണ് നടന്നത്. അതിൽ മാധ്യമപ്രവർത്തകർ നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ തീർച്ചയായും അന്ന, ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയവരുടെ സ്വകാര്യത മാനിക്കണം. അതിനാൽ ചില പേജുകൾ അല്ലെങ്കിൽ ചില പാരഗ്രാഫുകൾ അത് പുറത്തുവിടാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു വിവരാവകാശ കമ്മീഷണർ നേരത്തെ അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനു മുൻപ് മാധ്യമപ്രവർത്തകർ നൽകിയ അപേക്ഷയുടെ പുറത്ത് വിവരാവകാശ കമ്മീഷണർ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അതിൽ നീക്കം ചെയ്തിരുന്നത് 49 മുതൽ 53 വരെയുള്ള ഭാഗങ്ങളാണ് ആ റിപ്പോർട്ടിൽ പുറത്തുവിടാതെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. അത് മൊഴി നൽകിയവരുടെ സ്വകാര്യത മാനിച്ചായിരുന്നു അത് ആ രീതിയിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റിസ് ഹേമയടക്കം ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണമടക്കം നടക്കുന്ന ഒരു ഘട്ടം, മാധ്യമപ്രവർത്തകർ നിരവധി തവണയായി അപ്പീൽ നൽകുന്ന ഒരു ഘട്ടം. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അപ്പീലുകൾ പരിഗണിച്ചുകൊണ്ട് റിപ്പോർട്ടിൽ നീക്കം ചെയ്ത ഭാഗം പുറത്തുവിടാൻ വേണ്ടി ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിർണായക ഉത്തരവ് നാളെ ഇറക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും നാളെ തന്നെ ഇത് പുറത്തുവിടുമോ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഈ നീക്കം ചെയ്ത ഭാഗങ്ങൾ പുറത്തുവിടുന്നതിന് വേണ്ടി തീരുമാനിക്കുമോ എന്നതിൽ കൂടുതൽ വ്യക്തത വരിക. ഏതായാലും നീക്കം ചെയ്ത ഭാഗങ്ങൾ പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷണർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അന്ന, യെസ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുൻപ് പുറത്തുവിട്ട ഭാഗങ്ങളിൽ നീക്കം ചെയ്ത ഭാഗങ്ങൾ നാളെ പുറത്തുവിട്ടേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അന്ന് വിവരാവകാശ കമ്മീഷണർ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു ആ ഭാഗങ്ങൾ പുറത്തുവിട്ടത്. അതിൽ ചില ഭാഗങ്ങൾ സ്വകാര്യത മാനിച്ച് പുറത്തുവിടേണ്ട എന്ന തീരുമാനമുണ്ടായിരുന്നതും വിവരാവകാശ കമ്മീഷണറുടെ ഭാഗത്തു നിന്നായിരുന്നു. അത് മാധ്യമപ്രവർത്തകരുടെ അപ്പീലിൽ നാളെ കമ്മീഷൻ റിപ്പോർട്ട് കൂടുതൽ ഭാഗങ്ങൾ പുറത്തുവിടുന്നു എന്നതാണ് പുതിയ വാർത്ത. എസ് ഷീജ വിവരങ്ങൾ നൽകിയത്.